ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ രേണുസുതിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. രേണുവിൻ്റെ ടോപ്പിക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും വീഡിയോസൊക്കെ കുറേയധികം പേര് ചെയ്യുന്നതാണ്. അത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണു ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കുറേയധികം പേര് അതിനകത്തിരുന്ന ഫോട്ടോസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ പല ആൽബത്തിലും രേണു കാണിക്കുന്ന കാര്യങ്ങളും പല മീഡിയയിൽ ഇൻ്റർവ്യൂസിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ മീഡിയാസ് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തായാലും അതിന് മറുപടി പറയുന്നതായാലും പലപ്പോഴായിട്ട് രേണുസുതി എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എല്ലാ മാസത്തിൽ എല്ലാ ആഴ്ചയും ചിലപ്പം ഓരോരോ കാരണം കൊണ്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരം ആവാറുണ്ട് രേണുവിനെ പറ്റി. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിൻ്റെ കുറേയധികം പേര്, ഷഫീന ഉൾപ്പെടെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് കുറേയധികം ചാറ്റ് അത് ഇതൊക്കെ പുറത്തുനിന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ വീഡിയോസിന് താഴെ വന്നിട്ട് കുറേയധികം പേര് മോശമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമേ എടുത്തോളൂ, എന്ത് പറഞ്ഞാലും അങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും കുറ്റം പറയാൻ ഒരാളെ പറ്റിയൊക്കെ ഒരു പരിധി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇങ്ങനെ കമൻ്റ് ഒരാൾ വന്നിട്ട് ഇത് കണക്ക് മോശമായിട്ട് രേണുവിനെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു നെഗറ്റീവ് കമൻ്റ് എടുത്ത് വെച്ചിട്ട് രേണു ഉണ്ടെങ്കിൽ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിനക്ക് എൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ നീ ബ്ലോക്ക് ചെയ്തു പോയി, എന്തിനാ ആവശ്യമില്ലാതെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നേ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ചീത്തയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാതെ പോയാൽ പോരെ, എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് കമൻ്റ് ഇടുന്നത് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ രേണുവിന് ഇതേ കണക്ക് ആൾക്കാർ പറയേണ്ടതാണ്? എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് മറക്കാതെ കമൻ്റായിട്ട് പറയുക.